നമസ്കാരം. ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 2022 ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയിൽ ഉൾപ്പെട്ടിരിക്കുന്ന തസ്തികകളും കൂടാതെ അപേക്ഷകരുടെ എണ്ണവും സിലബസും എല്ലാം PSC പുറത്തുവിട്ടിട്ടുണ്ട്. 3 ഘട്ടങ്ങളിലായിട്ടാണ് ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ നടക്കുന്നത് എന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഏതൊക്കെ തസ്തികകളാണ് ഈ ഒരു പരീക്ഷയിൽ ഉൾപ്പെടുന്നത് ആ വക ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം. പിന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. അതിനും കൂടി ഒന്ന് കയറി ജോയിൻ ചെയ്തേക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ എക്സാമിനേഷൻ ഡേറ്റ് ആൻഡ് ടൈം തന്നിട്ടുണ്ട്. 3 ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ഒന്നാം ഘട്ടം ഒക്ടോബർ മാസം 22, രണ്ടാം ഘട്ടം നവംബർ മാസം 19, മൂന്നാം ഘട്ടം ഡിസംബർ മാസം 17. അപ്പോൾ ഓരോ പരീക്ഷകളും തമ്മിൽ ഏകദേശം ഒരു മാസത്തെ ഡിഫറൻസ് ഉണ്ട്, ഒരു മാസത്തെ ഗ്യാപ്പ് ഉണ്ട്. ഒന്നാം ഘട്ടത്തിൽ 1,78,468 പേരാണ് അപ്പിയർ ചെയ്യുന്നത്. രണ്ടാം ഘട്ടത്തിൽ 1,78,463 പേർ. മൂന്നാം ഘട്ടത്തിൽ 1,78,459 പേരാണ് അപ്പിയർ ചെയ്യുന്നത്. ഒന്നാം ഘട്ട പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് ഒക്ടോബർ 7 മുതൽ ലഭ്യമാകുന്നതായിരിക്കും. രണ്ടാം ഘട്ട പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് നവംബർ 5 മുതൽ ലഭ്യമാകുന്നതായിരിക്കും. മൂന്നാം ഘട്ട പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് ഡിസംബർ മാസം 3 മുതൽ ലഭ്യമാകുന്നതായിരിക്കും. പിന്നെ പരീക്ഷ 100 മാർക്കിന്റെ പരീക്ഷയാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജും പിന്നെ നിങ്ങളുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണോ അത്, മലയാളം ആണെങ്കിൽ മലയാളം, തമിഴ് അല്ലെങ്കിൽ കന്നഡ. ഇംഗ്ലീഷിലും അതുപോലെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏത് ലാംഗ്വേജ് ആണോ അതിലും 2 ലാംഗ്വേജിലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. OMR രീതിയിലുള്ള പരീക്ഷയാണ്. 1 മണിക്കൂറും 15 മിനിറ്റുമാണ് പരീക്ഷയുടെ ദൈർഘ്യം. അപ്പോൾ 14/8/2022 വരെ സ്ഥിരീകരണം രേഖപ്പെടുത്താതിരുന്നവർക്ക് ഈ പരീക്ഷാ കലണ്ടറിലെ പരീക്ഷകൾ എഴുതാനുള്ള അവസരം ലഭിക്കുന്നതല്ല. അപ്പോൾ ഓഗസ്റ്റ് മാസം 14-ാം തീയതി ആയിരുന്നു കൺഫർമേഷൻ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഇനി നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ കൺഫർമേഷൻ നൽകിയവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ തീയതികളിൽ ഹാൾ ടിക്കറ്റ് ലഭിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ പരീക്ഷകളാണെന്ന് നോക്കാം. ആദ്യത്തേത് ടൈം കീപ്പർ. ടൈം കീപ്പർ ഡിപ്പാർട്ട്മെന്റ് കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് ആണ്. സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള പരീക്ഷയാ. അപ്പോൾ സിലബസ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സിലബസ് കിട്ടും. സിലബസ് എല്ലാത്തിനും കൂടി കോമൺ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ട് ഒറ്റ സിലബസേ ഉള്ളൂ. അപ്പോൾ സിലബസ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഷെയർ ചെയ്തേക്കാം. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ ആണ്. കേരള വാട്ടർ അതോറിറ്റി NCA കാറ്റഗറി ആണ്. ഈ കോളത്തിൽ എത്ര കാൻഡിഡേറ്റ്സ് ആണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത് ആ വക കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഡിവിഷണൽ അക്കൗണ്ടന്റ് ഓഫീസർ NCA for SC, NCA for മുസ്ലിം, NCA for LC bar AI, NCA for OBC. ഇത്രയും കാറ്റഗറികൾക്ക് വേണ്ടിയിട്ട് ഡിവിഷണൽ അക്കൗണ്ട് ഓഫീസറിന്റെ പരീക്ഷയുണ്ട്. അസിസ്റ്റന്റ് തമിഴ് നോയിങ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ കേരള വാട്ടർ അതോറിറ്റി ഡയറക്ട് റിക്രൂട്ട്മെന്റ്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. സ്റ്റോർ കീപ്പർ കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ ലിമിറ്റഡ്. എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഫീൽഡ് ഓഫീസർ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് NCA ആണ്. NCA for SC, NCA for മുസ്ലിം, NCA for SIUC നാടാർ, NCA for ധീവര. അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഡയറക്ട് റിക്രൂട്ട്മെന്റ്. ഡിവിഷണൽ അക്കൗണ്ടന്റ് കേരള ജനറൽ സർവീസ് ബൈ ട്രാൻസ്ഫർ ആണ്. ഡിവിഷണൽ അക്കൗണ്ടന്റ് കേരള ജനറൽ സർവീസ് ഡയറക്ട് റിക്രൂട്ട്മെന്റ്. ഡിവിഷണൽ അക്കൗണ്ടന്റ് ബൈ ട്രാൻസ്ഫർ ഫ്രം അതർ സർവീസസ് സ്പെസിഫൈഡ്. സ്റ്റെനോഗ്രാഫർ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രീസ് എന്റർപ്രൈസസ് ലിമിറ്റഡ് ഡയറക്ട്. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേരള വാട്ടർ അതോറിറ്റി NCA കാറ്റഗറി ഫോർ ലാറ്റിൻ കാത്തോലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ. Confidential Assistant Grade 2 Kerala Water Authority NCA for other backward community. Confidential Assistant Grade 2 NCA for Muslim. LD Clerk by transfer only for LGS and ministerial employees working at KWA. Junior Assistant Assistant Grade 2 LDC Direct KSRTC KLDB SFCK അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ്.
പിന്നെ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് കേരള. പിന്നെ അതുപോലെ KSFE KSEB മുതലായ സ്ഥാപനങ്ങളിലേക്ക് കമ്പനി ബോർഡാണ്, അവിടെ ജൂനിയർ അസിസ്റ്റന്റ്, കാഷ്യർ, അസിസ്റ്റന്റ് ഗ്രേഡ് 2, ക്ലർക്ക് ഗ്രേഡ് 1, ടൈം കീപ്പർ ഗ്രേഡ് 2, സീനിയർ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ജൂനിയർ ക്ലർക്ക് മുതലായ തസ്തിക. സീനിയർ സൂപ്രണ്ട് കേരള പോലീസ് സർവീസ്, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ SC/ST, ജൂനിയർ ടൈം കീപ്പർ KMML, ടെലിഫോൺ ഓപ്പറേറ്റർ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്, ലോവർ ഡിവിഷൻ ക്ലർക്ക് അസിസ്റ്റന്റ് ഗ്രേഡ് 2 വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ് കോർപ്പറേഷൻ, സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഡയറക്ട് റിക്രൂട്ട്മെന്റ്. കൂടാതെ സെയിം പോസ്റ്റ് തന്നെ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റും ഉണ്ട്. LD സ്റ്റെനോ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ജനറൽ കാറ്റഗറി പാർട്ട് 1, സൂപ്പർവൈസർ ICDS വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ്, ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് സ്റ്റീൽ ഇൻഡസ്ട്രിയൽസ് കേരള ഡയറക്ട് റിക്രൂട്ട്മെന്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 സ്റ്റെനോഗ്രാഫർ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ഡയറക്ട് റിക്രൂട്ട്മെന്റ്, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് ഫോർ ST, ജൂനിയർ അസിസ്റ്റന്റ് കാഷ്യർ ടൈം കീപ്പർ അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ കേരള സെറാമിക്സ് ലിമിറ്റഡ് ഡയറക്ട് റിക്രൂട്ട്മെന്റ്, ചീഫ് സ്റ്റോർ കീപ്പർ ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഡയറക്ട് റിക്രൂട്ട്മെന്റ്. അപ്പൊ ഇത്രയും പരീക്ഷകളാണ് ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയിൽ വരുന്നത്. ഒക്ടോബർ മാസം സ്റ്റാർട്ട് ചെയ്യും. ഒക്ടോബർ 7-ാം തീയതി ആദ്യത്തെ ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഹോൾ ടിക്കറ്റ് ലഭ്യമാകുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ചാനലിൽ ടൈം ടേബിൾ ആവശ്യമുള്ളവർക്ക് 75 ഡേയ്സ് ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയുള്ള ടൈം ടേബിൾ ഞാൻ ഓൾറെഡി തന്നെ ഇട്ടിട്ടുണ്ട്. SCRT പാഠഭാഗങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ടൈം ടേബിൾ ആണ്. ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.